തരൂരും രാഹുലും ഒന്നിക്കുമെന്നോ ഇതേ തരൂർ മോദിക്കിട്ട് കൊട്ടുമെന്നോ ആരും കരുതിയതല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഭാരതീയ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണമായ പോരാട്ടത്തിന്റെ അധ്യായങ്ങൾക്കാണിപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. സ്പീക്കർ ഔട്ട് എന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രഖ്യാപനം വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണെന്ന് രാഹുൽ ഗാന്ധിയും ശശി തരൂരും അടിവരയിടുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് പ്രതിപക്ഷം ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഈ പ്രമേയത്തിന്മേൽ തീരുമാനമാകുന്നതുവരെ സ്പീക്കർ കസേരയിൽ ഇരിക്കാൻ ഓം ബിർളക്ക് അർഹതയില്ല എന്ന പ്രതിപക്ഷത്തിന്റെ കർക്കശ നിലപാടിന് മുന്നിൽ ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. സ്പീക്കർ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തി ഭരണപക്ഷത്തിന്റെ വക്താവായി മാറുമ്പോൾ ജനാധിപത്യം അവിടെ മരിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്യുന്നതും ഭരണപക്ഷ അംഗങ്ങൾക്ക് സഭയിൽ വിദ്വേഷം വിതറാൻ സർവ്വ സ്വാതന്ത്ര്യം നൽകുന്നതും ഇനി അനുവദിക്കില്ലെന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണിത്. സ്പീക്കർക്കെതിരെ ഈ അവിശ്വാസ പ്രമേയം ഇന്ത്യയുടെ പാർലമെന്ററി മൂല്യങ്ങളെ വീണ്ടെടുക്കാനുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ കാണുന്നത്. തനിക്കെതിരെ പ്രമേയം വന്ന സ്ഥിതിക്ക് സ്പീക്കർ പീഠത്തിൽ നിന്നും മാറി നിൽക്കാൻ ഓം ബിർള നിർബന്ധിതനായത് ഇന്ത്യ സഖ്യത്തിന്റെ പടയോട്ടത്തിലെ ആദ്യ വിജയവുമാണ്. 10 വർഷമായി മോദി സർക്കാർ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞിട്ടിരിക്കുന്നത് എന്തിനാണെന്ന ശശി തരൂരിന്റെ ചോദ്യം ഭരണപക്ഷത്തിന്റെ നെഞ്ചിലേക്കാണ് തുളച്ചു കയറുന്നത്. ഭരണഘടനാനുസൃതമായി പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ട പദവികൾ തടഞ്ഞുവെച്ച് സഭയെ ഏകാധിപത്യ രീതിയിൽ കൊണ്ടുപോകാനാണ് BJP ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. സ്പീക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ സഭ നിയന്ത്രിക്കാൻ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്തത് ജനാധിപത്യ പ്രക്രിയയിലെ വൻ വീഴ്ചയായി തരൂർ തുറന്നു കാട്ടുന്നുണ്ട്. 8 MP-മാരെ പുറത്താക്കി സഭയെ നിശബ്ദമാക്കാമെന്ന് കരുതേണ്ട എന്നും തെരുവിൽ നിന്നും സഭയിലേക്ക് പടർന്ന പ്രതിഷേധം സർക്കാരിന്റെ ഉറക്കം കെടുത്തുമെന്നും ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുന്ന അമേരിക്കൻ കരാറുകൾ പാർലമെന്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒപ്പിടുന്ന മോദി സർക്കാരിന്റെ നടപടിയെ സഭയിൽ നേരിടുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് മേഖലയെ തകർത്ത് ബംഗ്ലാദേശിന് വഴിവിട്ട സഹായം നൽകുന്നതിലൂടെ പ്രധാനമന്ത്രി ആരെയാണ് സഹായിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. സ്പീക്കർ പദവിയിലൂടെ സംരക്ഷണമില്ലാതെ നേരിട്ട് സംവാദം നടത്താൻ ഭരണപക്ഷം തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് രാഹുൽ ഉയർത്തുന്നത്. ഇത് കേവലം ഒരു സാങ്കേതിക നീക്കമല്ല, മറിച്ച് പാർലമെന്റിനെ വീണ്ടെടുക്കാനുള്ള ഒരു സമരമാണ്. സ്പീക്കർ പുറത്തു നിൽക്കുന്ന ഈ 14 ദിവസം സർക്കാരിന്റെ അഹങ്കാരത്തിനുള്ള ഒരു മറുപടി കൂടിയായിരിക്കും. നട്ടിട്ടുള്ള പ്രതിപക്ഷമായി തങ്ങൾ സഭയിൽ ഉണ്ടാകുമെന്ന് രാഹുലും തരൂരും മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. ജനങ്ങൾ നൽകിയ വോട്ട് BJPയുടെ തന്നിഷ്ടം നടപ്പിലാക്കാനുള്ള ലൈസൻസ് അല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ധിയില്ലാത്ത പോരാട്ടത്തിനാണ് ഇനി ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.